ഓ എന്ത് ഒരു മിനിറ്റ് അടി നോക്കട്ട്. ഇവിടെ തുറക്കാൻ പറ്റില്ല, അവിടെ തുറക്കാൻ പറ്റില്ലേ? ആ ടെൻഷൻ അടിക്കണ്ട, നോക്കട്ടെ. എന്താടാ മമ്മി അത് ഈ കഥ തുറക്കാൻ പറ്റില്ല, ജെസി അകത്തായി പോയി. അയ്യോ എടി മോളെ പ്രശ്നം എന്താ? ഇല്ല കഥ തുറക്കാൻ പറ്റില്ല, ഇത് ജാമായി ലോക്കായി പോയോ? ഇതിനകത്ത് ജെസി പേടിക്കണ്ട കേട്ടാ. ഒരു മിനിറ്റ് അമർത്തി പിടിച്ച് തുറക്കടി. ഇല്ല മമ്മി നോക്കി പറ്റുന്നില്ല. ടെൻഷൻ അടിക്കില്ല, ഒരു കാര്യം ചെയ്യാം. ഞാൻ പോയിട്ട് ഒരു കാർപ്പൻറ്ററെ വിളിച്ചിട്ടോ. എന്തുണ്ട് സാറേ കാർപ്പൻറ്റർ? ഇത് ലോക്ക് സ്റ്റക്കായി പോയെന്ന്. അത് ഈ മുകുന്ദ ശരിയാക്കാം. ചേച്ചി എന്ത് ചെയ്യാണ്? പരിപാടിന്റെ നൈസായിട്ടൊരു പരിപാടി കാണിച്ചുതരാം. എന്ത് ചെയ്യാ സാറൊന്നും പറഞ്ഞു ചീത്തയാക്കരുത്. എന്തുട്ട് വർത്താനം സാറ് പറഞ്ഞു. സാറൊന്നും ഇങ്ങനെ ഇങ്ങനെ ഉള്ളിലേക്ക് കയറ്റിട്ട് ഒരു ചെറിയ കിക്കിലാക്കണ പരിപാടി ഉള്ളത്. അല്ല ഇനി അതുകൂടെ അവിടെ പൊട്ടിച്ച് വെക്കല്ലേ? തുറന്നല്ല, ഇതെങ്ങനെ തുറന്നു? മുകുന്ദൻ സ്ലൈഡ് വെച്ചിട്ട് തുറന്നത്. ഒരു പ്രത്യേക നേക്കിൽ തുറന്നത്. എന്താ എന്തേ ചേച്ചി എന്താ പണിട്ടാ? കൊള്ളാല്ലേ? മുകുന്ദൻ ഏത് നാക്കിൽ എങ്ങനെ തുറന്നു എന്നാ പറഞ്ഞേ? അല്ല സ്ലൈഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടേ മുകുന്ദന്റെ പ്രത്യേക നേക്കിൽ അത് പിടിച്ച് നിക്കിളിയാക്കിയല്ലേ, അങ്ങനെ തുറന്നതാ. മമ്മി ഞാൻ ഒരു കാര്യം പറയാം. അയാളെ കണ്ടപ്പോൾ മുഴുവൻ ഞാൻ എവിടെയോ അയാളെ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കിട്ട് എക്സാക്റ്റ് എന്താ കാര്യം ഓർമ്മ വരുന്നില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടാണ്, എനിക്ക് ഉറപ്പാണ്. അതെടി വെച്ച് എനിക്കും തോന്നി. ചിലപ്പോ സംശയം അല്ല എന്താ ഇവിടെ നടക്കുന്നത്? സത്യം പറ. എടി അയാള് തെരഞ്ഞെടുപ്പ് വരാൻ പോലെ രാഷ്ട്രീയ നിരീക്ഷകൻ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി വന്നത്, അത്രേ ഉള്ളു മോളെ. അപ്പൊ ചിലപ്പോ അങ്ങനെ എവിടെയെങ്കിലും വെച്ച് കണ്ടതായിരിക്കും. ഇല്ല ഞാൻ വിശ്വസിക്കില്ല മമ്മി. നമ്മൾ അറിയാതെ ഇവർ എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞോ ടോമേ, സത്യം പറഞ്ഞു. എന്ത് പ്ലാൻ മോളെ? എടേ സംഭവം ഞാൻ പറഞ്ഞു, തെരഞ്ഞെടുപ്പല്ലേ വരുന്നത്, അതിനാ ഞാൻ പറഞ്ഞത്. അത് ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുണ്ട്. ഇല്ല എന്റെ കണ്ണി നോക്കി പറ പപ്പ. ഞാൻ രാഷ്ട്രീയക്കാരനല്ലേ മോളെ, ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? സത്യം. ശരി, പപ്പയുടെ കാര്യം ഞാൻ സമ്മതിച്ചു, രാഷ്ട്രീയക്കാരൻ. എന്നാ പപ്പയുടെ രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഈ മോൻ എന്തിനാണ് പപ്പയുടെ പുറകെ ഇങ്ങനെ പാലും പിടിച്ച് നടക്കുന്നത്? എനിക്ക് ചെറുതായിട്ട് ബന്ധമൊക്കെ ഉണ്ട്. അതെ, എന്ന് മുതല് ഞാൻ പറഞ്ഞുതരാം. എന്റെ പാരമ്പര്യമായിട്ട് അടുത്ത അവകാശം വരണ്ടേ, അപ്പൊ അവൻ അത് ഇങ്ങനെ പണ്ട് കണ്ടു പഠിക്കാൻ വേണ്ടി ഇവിടെ വരുന്നതാ. പാരമ്പര്യം പിന്നെ അവകാശി സമ്മതിച്ചു. അപ്പം ഈ മണിയൻ എന്നുള്ള ഏത് ഭാഗത്തിൽ ഇടപെടും? ഈ ഇവന് ചില കാര്യങ്ങൾക്കൊക്കെ കോച്ചിങ് കൊടുക്കണമല്ലോ, അപ്പൊ അതിനൊരു ട്രെയിനർ വേണം. അതിനു വേണ്ടി മണിയെ വരുത്തിയാ. ഞാൻ അയാളോട് തന്നെ ചോദിച്ചോളാം. നീ ഒന്നും ചോദിക്കണ്ട, ചുമ്മാ സത്യം പറ. ഊരുകാണ്ട് കിടന്ന് കാര്യം പറയണേക്കാ. ഇത് പറഞ്ഞ ഇത്രയ്ക്ക് വിശ്വാസമല്ലേ നിങ്ങൾക്ക്? ഇല്ല മനസ്സിലായില്ല, പറ. എന്നാ പിന്നെ ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത്രേ ഉള്ളു സംഭവം. എന്റെ കർത്താവേ, നിങ്ങള് മോഷ്ടിക്കാൻ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവന്നേക്കണം. എന്റെ ഗ്രീസി നീ കിടന്ന് വിളിച്ചു പോവാ. എന്റെ മനുഷ്യൻ നാട്ടുകാരെ അറിഞ്ഞാലുള്ള സ്ഥിതി അറിയാമോ? അതൊക്കെ പറ. നീ നാട്ടുകാരെ മൊത്തം വിളിച്ചു. അതെന്നെ പറഞ്ഞ നാട്ടുകാരെ അറിഞ്ഞാലുള്ള സ്ഥിതി എന്താണെന്നറിയോ? മമ്മിയായിട്ടല്ലേ പറയിക്കുമല്ലോ. അതെന്നെ കിടന്ന് വിളിച്ചു പോകുന്നതിനാ. ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ എനിക്ക് എവിടെ കണ്ടു വെച്ച് പരിചയമുണ്ടെന്ന്. മമ്മി പണ്ട് എന്റെ മമ്മിയുടെ മാല അടിച്ച് മാറ്റിയത് ഇയാളെ എന്റെ പപ്പ പോലീസ് പിടിച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞേക്കണം, ആ മനുഷ്യനെ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം.